157 വർഷം പഴക്കമുള്ള അമേരിക്കൻ സ്വപ്നം. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഹാരി ട്രൂമാൻ തുടങ്ങി ഡൊണാൾഡ് ട്രംപിന്റെ വരെ ചിരകാല മോഹം. മഞ്ഞുപാളികൾ പുതച്ചുറങ്ങുന്ന ഗ്രീൻലാൻഡ് എന്ന നിഗൂഢ ദ്വീപ് സ്വന്തമാക്കാൻ അത്ര എളുപ്പത്തിൽ സാധിക്കുമോ? പണം കൊടുത്ത് വശത്താക്കാമെന്ന ട്രംപിന്റെ കുടിലതന്ത്രം ഏക്കുമോ? വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോയെ സൈനിക നടപടിയിലൂടെ പിടികൂടിയ ട്രംപിന്റെ നീക്കം ഗ്രീൻലാൻഡിലും ആവർത്തിക്കപ്പെടുമോ? ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് വടക്കേ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തന്ത്രപരമായ ഈ സ്ഥാനവും അവിടുത്തെ അപൂർവ ധാതുസമ്പത്തും തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റിനെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. അമേരിക്കയുടെ പ്രതിരോധ സുരക്ഷയ്ക്ക് ഗ്രീൻലാൻഡ് അത്യന്താപേക്ഷിതമാണെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഡൊണാൾഡ് ട്രംപ്. ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന ഭീഷണികൾ അവസാനിപ്പിക്കണമെന്ന് ഡെൻമാർക്കിലെയും ഗ്രീൻലാൻഡിലെയും ഭരണാധികാരികൾ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടും ട്രംപ് തന്റെ നിലപാടിൽ മാറ്റം വരുത്താൻ തയ്യാറായിട്ടില്ല. വെറുമൊരു ഭൂമി എന്നതിലുപരി അമേരിക്കയുടെ പ്രതിരോധത്തിന് ഒഴിച്ചുകൂടാനാകാത്ത ഇടമായാണ് ട്രംപ് ഗ്രീൻലാൻഡിനെ കാണുന്നത്. ആർട്ടിക് മേഖലയിൽ റഷ്യയുടെയും ചൈനയുടെയും സാന്നിധ്യം വർദ്ധിക്കുന്നത് അമേരിക്കയ്ക്ക് ഭീഷണിയാണെന്നും അത് തടയാൻ ഗ്രീൻലാൻഡ് നിയന്ത്രിക്കണമെന്നുമാണ് ട്രംപിന്റെ നിലപാട്. ഗ്രീൻലാൻഡിനെ ഡെൻമാർക്കിൽ നിന്നും വേർപെടുത്തി രാജ്യത്തിന്റെ ഭാഗമാക്കാൻ തന്ത്രപരമായ പല നീക്കങ്ങളും അമേരിക്ക നടത്തുന്നുണ്ട്. ആക്രമിച്ചു വരുതിയിലാക്കൽ തൽക്കാലം നടക്കില്ലെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഡെൻമാർക്കിൽ നിന്ന് വേർപിരിഞ്ഞ് അമേരിക്കയിൽ ചേരാൻ സാധ്യതയുള്ള ഗ്രീൻലാൻഡുകാരെ കാശുകൊടുത്ത് വശത്താക്കാനാണ് ട്രംപിന്റെ നീക്കം. ഗ്രീൻലാൻഡ് നിവാസികളെ സ്വാധീനിക്കുന്നതിനായി ഓരോ വ്യക്തിക്കും $10,000 മുതൽ $1,00,000 വരെ നേരിട്ട് പണമായി നൽകുന്ന ക്യാഷ് ഫോർ ഗ്രീൻലാൻഡ് പദ്ധതി അമേരിക്കൻ ഭരണകൂടം പരിഗണിക്കുന്നതായി വിവരമുണ്ട്. ഗ്രീൻലാൻഡിലെ ഏകദേശം 57,000 വരുന്ന താമസക്കാരെ അമേരിക്കൻ പക്ഷത്തേക്ക് ആകർഷിക്കുകയാണ് ലക്ഷ്യം. ദ്വീപിന്റെ ഭരണം ഡെൻമാർക്കിൽ നിന്ന് അമേരിക്കയിലേക്ക് മാറ്റുന്നതിനെ പിന്തുണയ്ക്കുന്നവർക്ക് ഈ തുക പാരിതോഷികമായി നൽകാനാണ് ആലോചന. ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള ട്രംപിന്റെ നീക്കം വെറുമൊരു റിയൽ എസ്റ്റേറ്റ് മോഹമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ വമ്പൻ സ്രാവുകളുടെ പടയൊരുക്കം കൂടിയാണ്. ഇന്ത്യയേക്കാൾ വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ഈ മഞ്ഞുദ്വീപിനായി അമേരിക്ക ഡെൻമാർക്കിനോട് കൊമ്പുകോർക്കുന്നതിന് പിന്നിൽ ചില കാരണങ്ങളുമുണ്ട്. മാത്രമല്ല, ട്രംപ് അധിനിവേശത്തിന് ശ്രമിച്ചാൽ 1952 നിയമപ്രകാരം ആദ്യം വെടിവെക്കുകയും പിന്നീട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുമെന്ന ഡെൻമാർക്ക് പ്രതിരോധ മന്ത്രാലയത്തിന്റെ നിലപാട് കാര്യങ്ങൾ എത്രത്തോളം ഗുരുതരമാണെന്ന് വ്യക്തമാക്കുന്നുമുണ്ട്. ആർട്ടിക് മേഖലയിൽ റഷ്യ തങ്ങളുടെ സൈനിക സാന്നിധ്യം ശക്തമാക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഗ്രീൻലാൻഡ് എന്ന താവളം അമേരിക്കയ്ക്ക് അനിവാര്യമാണ്. റഷ്യയുടെയും വടക്കേ അമേരിക്കയുടെയും ഇടയിലുള്ള ഈ തന്ത്രപ്രധാനമായ സ്ഥാനം അമേരിക്കൻ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ നട്ടെല്ലാണ്. മുൻപ് തുലെ എയർബേസ് എന്നറിയപ്പെട്ടിരുന്ന ഗ്രീൻലാൻഡിന്റെ പിറ്റുഫിക് സ്പേസ് ബേസ് ഇപ്പോൾ യുഎസിന്റെ ഉടമസ്ഥതയിലാണ്. റഷ്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ ഉത്തര കൊറിയയിൽ നിന്നോ പോലും വരുന്ന ഏതൊരു മിസൈലും യുഎസിന് നിരീക്ഷിക്കാനും തടയാനും കഴിയും. അതുപോലെ വിക്ഷേപിക്കാനും സാധിക്കും. മഞ്ഞിനടിയിലെ നിധിശേഖരം സ്വന്തമാക്കുകയാണ് അടുത്ത ലക്ഷ്യം. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഗ്രീൻലാൻഡിലെ മഞ്ഞുരുകുമ്പോൾ അവിടെ ഒളിഞ്ഞിരിക്കുന്ന അപൂർവ ധാതുക്കളുടെയും എണ്ണയുടെയും വൻ ശേഖരം പുറത്തുവരികയാണ്. സ്മാർട്ട് ഫോണുകൾ മുതൽ യുദ്ധവിമാനങ്ങൾ വരെ നിർമ്മിക്കാൻ ആവശ്യമായ ഈ ധാതുക്കളിൽ ചൈനയ്ക്കുള്ള കുത്തക തകർക്കാൻ ട്രംപിന് സഹായിക്കും.
അതിനിടെ ട്രംപ് അധിനിവേശത്തിന് ശ്രമിച്ചാൽ 1952 നിയമപ്രകാരം മറ്റനുമതികൾക്കായി കാത്തുനിൽക്കാതെ തന്നെ ഉടനടി യുദ്ധം ഏറ്റെടുക്കാൻ സൈനികർക്ക് നിർദ്ദേശമുണ്ട്. ഡാനിഷ് സൈന്യത്തിന് നൽകിയിട്ടുള്ള ഈ കർശനമായ നിർദ്ദേശത്തിന് 1940 രണ്ടാം ലോക മഹായുദ്ധകാലത്തോളം പഴക്കമുണ്ട്. അന്ന് ഡെൻമാർക്കിന് നേരിടേണ്ടി വന്ന കൈപ്പേറിയ അനുഭവമാണ് ഇത്തരമൊരു നിയമത്തിന് പിന്നിലെ പ്രധാന കാരണം. 1940 അപ്രതീക്ഷിതമായി നടന്ന ആക്രമണത്തിലൂടെ നാസി ജർമ്മനി ഡെൻമാർക്കിന്റെ തലസ്ഥാനമായ കോപ്പൻഹേഗൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നഗരങ്ങളുടെ നിയന്ത്രണം അതിവേഗം പിടിച്ചെടുത്തു. ജർമ്മൻ സൈന്യത്തിന്റെ പെട്ടെന്നുള്ള നീക്കങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ അന്ന് ഡാനിഷ് സൈന്യത്തിന് സാധിച്ചില്ല. തീരുമാനങ്ങൾ എടുക്കുന്നതിലുണ്ടായ കാലതാമസവും കൃത്യമായ ഉത്തരവുകളുടെ അഭാവവും രാജ്യത്തെ കീഴടങ്ങലിലേക്ക് നയിച്ചു. ഈ പരാജയത്തിൽ നിന്നുള്ള പാഠം ഉൾക്കൊണ്ടാണ് ഭാവിയിൽ സമാനമായ അധിനിവേശ ശ്രമങ്ങൾ ഉണ്ടായാൽ ഉന്നതതല ഉത്തരവുകൾക്കായി കാത്തുനിൽക്കാതെ തന്നെ ശത്രുവിനെ നേരിടാനുള്ള ധീരമായ തീരുമാനം ഡെൻമാർക്ക് കൈക്കൊണ്ടത്. ഇത് പിന്നീട് ആദ്യം വെടിവെക്കുക എന്ന കർശനമായ സൈനിക ചട്ടമായി മാറുകയായിരുന്നു. അതേസമയം നാറ്റോ സഖ്യകക്ഷിയായ ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള ഗ്രീൻലാൻഡിനെ ചൊല്ലിയുള്ള തർക്കം കൂടുതൽ സങ്കീർണമാകുമെന്ന സൂചനകളാണ് ട്രംപിന്റെ പുതിയ പ്രസ്താവനയിലൂടെ പുറത്തുവന്നിരിക്കുന്നത്. നാറ്റോ സഖ്യവുമായുള്ള ബന്ധം നിലനിർത്തുന്നതാണോ ഗ്രീൻലാൻഡ് സ്വന്തമാക്കുന്നതാണോ മുൻഗണന എന്ന ചോദ്യത്തിന് രണ്ടിലൊന്ന് തെരഞ്ഞെടുക്കേണ്ടി വന്നേക്കാമെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. നാറ്റോയിലെ പ്രധാന അംഗമായ ഡെൻമാർക്കിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ പ്രസിഡന്റിൽ നിന്നുള്ള ഇത്തരമൊരു പരാമർശം വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. ഗ്രീൻലാൻഡ് എന്നത് കേവലം മഞ്ഞുപാളികളല്ല, വരാനിരിക്കുന്ന ആഗോള യുദ്ധങ്ങളുടെ ഒരു തന്ത്രപ്രധാനമായ കേന്ദ്രം തന്നെയായിരിക്കും. വെനസ്വേലയിൽ മഡൂറോയെ പിടികൂടിയതുപോലെ ഒരു സൈനിക നടപടിക്ക് ട്രംപ് മുതിർന്നാൽ അത് നാറ്റോ സഖ്യത്തിൽ വലിയ വിള്ളലുണ്ടാക്കും. അങ്ങനെയുണ്ടായാൽ മറ്റൊരു ലോകമഹായുദ്ധത്തിന് തന്നെ ഇത് കാരണമായേക്കും.